അടുത്തത് ഒരു നല്ല ചോദ്യമാണ്. 4x-1 ഇൻറ്റു 0.5-3 - 2x ഈക്വൽ ടു 1/8 ആയാൽ എക്സിൻ്റെ വില എത്ര? ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മൾ പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. എന്തെന്നാൽ 2021 മുതൽ 2023 വരെ, അതായത് ഏറ്റവും അടുത്ത് വരെ PSC നടത്തിയ എല്ലാ പുത്തൻ പാറ്റേണുള്ള ചോദ്യങ്ങളുടെയും പ്രീവിയസ് ചോദ്യങ്ങൾ ടോപ്പിക്ക് വൈസായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത് കൃത്യംഗങ്ങൾ എന്ന ഭാഗമാണ്. ഓക്കെ, കൃത്യംഗങ്ങൾ 2021 മുതൽ 2023 വരെ, അതായത് കഴിഞ്ഞ കൊല്ലം വരെ PSC നടത്തിയ എല്ലാ പരീക്ഷകളുടെയും നമുക്കറിയാം PSCയുടെ പാറ്റേൺ മാറി തുടങ്ങിയത് ഒരു 2021 മുതലാണ്. കണക്കിൽ പോലും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാണെന്ന് PSC നമ്മളെ ഓർമ്മപ്പെടുത്തിയതും തെളിയിച്ചതും 2021 മുതലുള്ള ചോദ്യങ്ങളിലൂടെയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ സമഗ്രമായ വിശകലനം ടോപ്പിക്ക് വൈസായിട്ട്, അതായത് അത്രയും നാളത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ എടുത്ത് പരിശോധിച്ച് അതിൽ നിന്നും ടോപ്പിക്ക് തിരിച്ച് നമ്മൾ ഓരോ ടോപ്പിക്ക് വൈസായിട്ട് പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൃത്യംഗങ്ങൾ അഥവാ എക്സ്പോണൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എക്സ്പോണൻസിൻ്റെ ആദ്യ പാർട്ടാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് തീർച്ചയായിട്ടും തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ട് എന്നോടൊപ്പം ചേർന്ന് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ ഒരു തവണ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരുടെയും, നിങ്ങളുടെ വിലയേറിയ എല്ലാവരുടെയും കമൻറ്റുകൾ അത്യാവശ്യമാണ്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മൾ പുതിയൊരു ചുവടുവെപ്പ് കൃത്യംഗങ്ങൾ. ശരി, നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് നീങ്ങാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: 4x സമം 4/2x. ചോദ്യം ഒന്നുകൂടെ, 4x ഈക്വൽ ടു 4/2x ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ ഉണ്ട് 3/4, 2/3, 1/4, 4/3. ഇത് 2023 മെയ് 6 നടന്ന ബെബ്കോ LDC ബിവറേജസ് LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: 4x സമം 4/2x ആയാൽ എക്സിൻ്റെ വില. ഞാൻ ചോദ്യം ഉത്തരം ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി എഴുതുകയാണ്. 4x സമം, നോക്കാം, 4x ഈക്വൽ ടു 4/2x. 4/2x ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മക്കളെ, എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ 4x ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃത്യംഗങ്ങൾ എപ്പോഴും സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അഥവാ ലഘൂകരിക്കണമെങ്കിൽ ഒന്നുകിൽ എല്ലായിടത്തെയും ബേസിനെ അഥവാ താഴെ കിടക്കുന്ന സംഖ്യകളെ തുല്യമാക്കണം, സെയിം ആക്കണം. അതല്ലെങ്കിൽ പവറിൽ കിടക്കുന്ന സംഖ്യകളെ തുല്യമാക്കണം. എന്തോ പറഞ്ഞേ? ഒന്നുകിൽ ബേസിൽ കിടക്കുന്നവരെ തുല്യമാക്കണം, അല്ലെങ്കിൽ പവറിൽ കിടക്കുന്നവരെ തുല്യമാക്കണം. ഒന്നുകിൽ ബേസ് ഒരുപോലെ, അതല്ലെങ്കിൽ പവർ ഒരുപോലെ. ഒന്നുകിൽ ബേസ് ഒരുപോലെ, അല്ലെങ്കിൽ പവർ ഒരുപോലെ. ശരി, അപ്പോൾ എല്ലായിടത്തും നമുക്ക് ബേസിനെ തുല്യമാക്കാൻ പറ്റും. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ എല്ലായിടത്തെയും ബേസിനെ തുല്യമാക്കുക എന്ന് പറയുമ്പം എല്ലാവരെയും നമുക്ക് 2 എന്ന ബേസിലാക്കാൻ പറ്റും. ശരിയില്ലേ മക്കളെ? 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഒരു പവറാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പം ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. ശരിയാണോ? 2² ദ ഹോൾ റൈസ് ടു, ഇനി x എന്ന് എഴുതാം. 4നെ മാത്രം 2² എന്ന് എഴുതാം, അതിൻ്റെ ഹോൾ റൈസ് ടു x ഉണ്ട്, ഈക്വൽ ടു 4നെ നമുക്ക് 2² എന്ന് വീണ്ടും എഴുതാം. 2²/2x 2²/2x എന്ന് എഴുതാം. ശരി, വീണ്ടും നമുക്ക് ഇതിനെ എഴുതാം. ഈ സാധനം കിടക്കുന്ന a⁻m ദ ഹോൾ റൈസ് ടു n എന്ന. അപ്പോൾ ഇതിനെ a⁻mn എന്ന് എഴുതാം. അപ്പോൾ 2/mn, 2 × x 2x, 2/2x എന്ന് വരും. 2/2x ഈക്വൽ ടു 2/2 ഡിവൈഡഡ് ബൈ 2/x എന്ന് വരും. ഓക്കെ ആണോ? ശരി, നമുക്കറിയാം ഇങ്ങനെ കിടക്കുന്ന സാധനം സമത്തിനപ്പുറം ഇപ്പുറം 2ൻ്റെ താഴെ വേണേൽ 1 ഇട്ട് കൊടുക്കുമ്പം ഇതിനെ ക്രോസ് ഗുണിക്കാം. ക്രോസ് ഗുണിക്കുമ്പം സുഹൃത്തുക്കളെ ഇങ്ങനെ വരും.
ദാ 2√2x 2√2x ഇൻറ്റു 2x എന്ന് വരും. 2√2x ഇൻറ്റു 2x ഈക്വൽ ടു 2√2 എന്നും വരും. ഓക്കെ ആണോ? ഈക്വൽ ടു 2/2. നമുക്കറിയാം ഈ സാധനം കിടക്കുന്നത് a⁻m ഇൻറ്റു a⁻n എന്ന രൂപത്തിലാണ്. a⁻m ഇൻറ്റു a⁻n എന്ന രൂപത്തിലാണ്. അതിനെ a⁻m+n എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 2m+n, എമ്മിൻ്റെ സ്ഥാനത്ത് 2x പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് x ഈക്വൽ ടു 2/2 എന്ന് വരും. ശരി, ദാ നമുക്ക് മനസ്സിലായി സമചിഹ്നത്തിൻ്റെ ഇടത്തും വലത്തും ഒരേ ബേസുകളെ കൊണ്ടുവന്നു. സമചിഹ്നത്തിൻ്റെ ഇടത്തും വലത്തും ഒരേ ബേസുകളായി. രണ്ടിടത്തും ഒരേപോലെ തന്നെയാണ് ബേസെങ്കിൽ ബേസിനെ വെട്ടിക്കളയാം. നമ്മൾ അങ്ങനെ ബേസിനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തെയും ബേസിനെ തുല്യമാക്കിയത്. അപ്പോൾ ഇവിടുത്തെയും ബേസിനെ വെട്ടിക്കളയാം. എങ്കിൽ ആട്ടോമാറ്റിക്കലി പവറുകൾ തമ്മിൽ തുല്യമായിക്കോളും. അപ്പോൾ അതാ ഇങ്ങനെ വരും മക്കളെ, 2x പ്ലസ് എക്സ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ ആണോ? നമുക്കറിയാം 2x-ഉം 1x കൂടെ കൂട്ടിയാൽ 3x എന്ന് വരും. 3x = 2 എന്ന് വരും. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വിലയാണ്. എങ്കിൽ x ഈക്വൽ ടു 2/3 എന്ന് വരും. ദാ നമ്മുടെ എക്സിൻ്റെ വില 2/3 എന്ന് കിട്ടും. ഓപ്ഷനിൽ 2/3 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷനിൽ 2/3 ഉണ്ട്. ഓപ്ഷൻ ബി 2/3 ആണ് ശരി ഉത്തരം. ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എങ്കിലും ദാ വേഗത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നോക്കിക്കും. വേഗത്തിൽ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ കൂടെ പിടിച്ചു. ദാ എന്നിട്ട് നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ടും ചെയ്ത് നോക്ക്. മക്കളെ, ഇവിടെ 4x ഈക്വൽ ടു 4/2x എന്നാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കിടക്കുന്നവൻ്റെയും ബേസിനെ നമുക്ക് തുല്യമാക്കാം. അപ്പോൾ ഏത് ബേസിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ 2 എന്ന കോമൺ ബേസിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം 4-നെ ഞാൻ 2² എന്ന് എഴുതുക. 2² ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് എഴുതുക. ഈക്വൽ ടു 4-നെ 2² എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2x എന്ന് എഴുതാം. ശരിയാണോ? ഇതിപ്പം a⁻m ദ ഹോൾ റൈസ് ടു n എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ a⁻m എന്ന് എഴുതാം. 2x എന്ന് എഴുതാം. ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2x എന്ന് വരും. ശരി, ഇനി ഇതിനെ നമുക്ക് ക്രോസ് ഗുണിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഗുണിക്കുമ്പം സാധനം എന്ത് വരും? 2x ഇൻറ്റു 2x ഈക്വൽ ടു 2 എന്ന് വരും. ശരി, ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതിപ്പോൾ കിടക്കുന്നത് a⁻m ഇൻറ്റു a⁻n. നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. അപ്പം എമ്മിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 2x അധികം ദാ എന്നിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന x ഈക്വൽ ടു 2² എന്ന് വരും. ശരി, ഇതാ നമുക്കറിയാം സമചിഹ്നത്തിൻ്റെ ഇടത്തും വലത്തും ഒരേപോലെ ബേസ് വന്നാൽ വെട്ടിക്കളയാം. കാര്യം രണ്ടിടത്തും ഒറ്റ ബേസ് വരേ ഉള്ളൂ. ബേസിനെ വെട്ടിക്കളയാം. എങ്കിൽ ആട്ടോമാറ്റിക്കലി പവറുകൾ തുല്യമായിക്കോളും. അപ്പോൾ ഇടത് സൈഡിൽ കിടക്കുന്ന പവർ 2x പ്ലസ് എക്സ് ഈക്വൽ ടു വലത് സൈഡിൽ കിടക്കുന്ന പവർ 2. 2x 1x കൂടെ കൂട്ടിയാൽ 3x. 3x = 2. എങ്കിൽ x = 2/3 എന്ന് വരും. നമുക്ക് വേണ്ടതും എക്സിൻ്റെ വിലയാണ് 2/3 എന്ന് കിട്ടും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദാ അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. വാ, അത്യാവശ്യം കാണുമ്പോൾ തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. നോക്കി മക്കളെ, 1/243 റൈസ് ടു -1/5 മൈനസ് 1/32 റൈസ് ടു -1/5 ദ ഹോൾ റൈസ് ടു -1 ഓക്കെ ആണേ, പ്ലസ് 1/3 റൈസ് ടു -1 മൈനസ് 1/4 റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു -1 ലഘൂകരിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. ലഘൂകരിക്കുക. ഓപ്ഷൻ ഉണ്ട് -1, 0, 1, 2. ദാ 2023 മെയ് 13 നടത്തിയ ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യവും. ശരി, ദാ നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം.
ഈ ചോദ്യം ചെയ്യുമ്പം ഞാൻ ആദ്യം ഇവന്മാരെ മാത്രം ചെയ്ത് കാണിച്ചു തരാം മക്കളെ. ആദ്യം ഞാൻ ഓരോരുത്തരെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ചെയ്യുമോ. ആദ്യം അവനെ മാത്രം ഞാനൊന്ന് എടുത്ത് ചെയ്ത് കാണിച്ചു തരാം, അവനെ മാത്രം. ശരി, ഇവിടോട്ടങ്ങ് ചെയ്യുവാണേ. ഈ ഒരു ബ്രാക്കറ്റ് മാത്രം ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം കിടക്കുന്ന മക്കളെ 1 അങ്ങ് എഴുതി, ഡിവൈഡഡ് ബൈ താഴെ 243 എന്നാ കിടക്കുന്നത്. നമുക്കറിയാം മൈനസ് റൈസ് ടു ഒരു ഭിന്നസംഖ്യ വരുമ്പം ഭിന്നസംഖ്യയുടെ താഴെ വരുന്ന അഥവാ ഛേദത്തിൽ കിടക്കുന്ന സംഖ്യ 5. 1/5 ഛേദത്തിൽ കിടക്കുന്ന സംഖ്യ സുഹൃത്തുക്കളെ 5 എങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ സംഖ്യയെ ഏതെങ്കിലും സംഖ്യയുടെ 5ാമത്തെ പവറായിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. ഏതെങ്കിലും സംഖ്യയുടെ 5ാമത്തെ പവറായിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. പറ്റണം, എങ്കിലേ നമുക്ക് ഈ കണക്ക് മുന്നോട്ട് നീങ്ങത്തുള്ളൂ. ശരി, നമുക്കറിയാം 243 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 3ന്റെ 5ാമത്തെ പവറാണ്. അതായത് 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ആണ് 243. അപ്പൊ നമുക്ക് 243നെ 3⁵5 എന്ന് എഴുതാം. എന്തിനാണ് അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ ഹോൾ റൈസ് ടു -1/5 എന്ന് എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ മക്കളെ ഇവിടെ കിടക്കുന്ന 5ഉം ഈ താഴെ കിടക്കുന്ന 5 കൂടെ വെട്ടിക്കളയാം. അതിനു വേണ്ടിയിട്ടാണ് 5ഉം 5ഉം വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഞാൻ ആരുടെയെങ്കിലും 5ാമത്തെ പവറായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയത്. മനസ്സിലായോ? മനസ്സിലായോ? ശരി, മൈനസ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. 1 വീണ്ടും 32⁻⁻1/5 ആണ്. 32⁻⁻1/5. അപ്പൊ ഇവിടെയും 1/5 ആണ്, താഴെ കിടക്കുന്ന 5 ആണ്. അപ്പം ഏതെങ്കിലും ഒരു സംഖ്യയുടെ 5ാമത്തെ പവർ ആക്കാൻ പറ്റും നോക്കുമ്പം പറ്റും. 32 എന്ന സംഖ്യ വീണ്ടും ഏതോ ഒരു സംഖ്യയുടെ 5ാമത്തെ പവർ ആക്കാൻ പറ്റും. ആരുടെ? 2ന്റെ. അപ്പൊ ഇങ്ങനെ എഴുതാം, 2⁵5 ഹോൾ റൈസ് ടു -1/5 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഹോൾ റൈസ് ടു ഒരു -1 കൂടെ ഉണ്ടേ, ഹോൾ റൈസ് ടു -1 കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം 1 അതേപടി എഴുതി, ഡിവൈഡഡ് ബൈ ഈ കിടക്കുന്ന സാധനം a⁻m ഹോൾ റൈസ് ടു n എന്ന a⁻m ഹോൾ റൈസ് ടു n എന്ന. അപ്പൊ നമുക്കറിയാം a⁻mn എന്നതിനെ എഴുതാം, a⁻mn. അങ്ങനെ എഴുതുമ്പം മക്കളെ 3⁵5 ഇൻറ്റു -1/5 എന്ന് വരും. ഗുണിക്കുമ്പം ഈ 5ഉം ഈ 5 കൂടെ വെട്ടിക്കളയാം. പിന്നുള്ളത് സുഹൃത്തുക്കളെ ആകെ 3⁻1. ശരിയാണോ? 3⁻1 മൈനസ് 1/1 അതുപോലെ തന്നെ ഇവിടുത്തെ 5ഉം ഇവിടുത്തെ 5 കൂടെ വെട്ടിക്കളയാം. പിന്നെ 2⁻1 2⁻1 ശരിയാണോ? ശരി, നമുക്കറിയാം ഇവിടുത്തെ പവറിലെ മൈനസ് കളയാൻ ഈ സാധനം കിടക്കുന്നത് എങ്ങനെ? അതായത് 1 ഇങ്ങനെ കിടക്കുന്നത് a⁻m എന്നാണ് കിടക്കുന്നത്. നമുക്കറിയാം a⁻m എന്നൊരു സാധനത്തിനെ എങ്ങനെ എഴുതാം? 1/a⁻m എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ വരും, 1/a⁻m എന്ന് വരും, 1/a⁻m എന്ന് വരും. ശരിയില്ലയോ കാര്യം? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. താഴെ ഇവിടെ ഒരു മൈനസ് കിടന്നാൽ ഇതിനെ നേരെ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. മുകളിലത്തെ 1 കളഞ്ഞിട്ട് ഇതിനെ നേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. അതായത് 3⁻1 എന്ന് വരും, 3⁻1 എന്ന് വരും. മൈനസ് ഇവനെ ഇവിടുത്തെ 1 കളഞ്ഞിട്ട് അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. 2⁻1 എന്ന് വരും. ഹോൾ റൈസ് ടു ആരുണ്ട്? ഹോൾ റൈസ് ടു -1 ഉണ്ടേ. ഇവിടെയും അതുപോലെ തന്നെ ഹോൾ റൈസ് ടു -1 ഉണ്ടേ. ശരി, എന്ത് വരും? 3⁻1 എന്ന് പറഞ്ഞാൽ 3, മൈനസ് 2⁻1 എന്ന് പറഞ്ഞാൽ 2, ഹോൾ റൈസ് ടു ഒരു -1 കൂടെ. 3 - 2 എന്ന് പറഞ്ഞാൽ 1, 1⁻1 എന്ന് വരും. ശരിയാണോ? 1⁻1. നമുക്കറിയാം മക്കളെ 1⁻1. അതായത് a⁻m എന്നാ കിടക്കുന്നേ, a⁻m എന്നാ കിടക്കുന്നേ. അതിനെ എങ്ങനെ എഴുതും? 1/a⁻m എന്ന് എഴുതാം. അപ്പം 1⁻1നെ 1/1⁻1 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ മക്കളെ 1 എന്ന് വരും. അത് ചെയ്തെടുക്കുമ്പം ഉത്തരം 1 എന്ന് കിട്ടും. ശരിയാണോ? ഉത്തരം 1 എന്ന് വരും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം 1 എന്ന് കിട്ടും. ഇവിടെ കിട്ടുന്ന സംഖ്യ 1. അതായത് ഈ ബ്രാക്കറ്റിലേതാ ഇത്രയും പേരെയും ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 1 എന്ന് വരും.
പറഞ്ഞിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അത്രയും കാര്യം ഒരിക്കൽ കൂടെ പറയുന്നു, അത്രയും സംഗതി ഒരിക്കൽ കൂടെ പറയുന്നു. ശരി, നോക്കി 1/, ഇതിനെ എങ്ങനെ എഴുതാം? 1/243 എന്നുള്ളതിനെ മക്കളെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3⁵5 എന്ന് എഴുതാം. 3⁵5 (1/5) എന്ന് എഴുതാം. ഓക്കെ, മൈനസ് 1/32 (2⁵5) (1/5) എന്ന് എഴുതാം. ഓക്കെ, (1) എഴുതി. ഈ 5ഉം ഈ 5 വെട്ടിപ്പോവും. പിന്നുള്ളത് 1/3⁻1. ശരിയാണോ? 1/3⁻1 മൈനസ് 1/, ഈ 5ഉം ഈ 5 വെട്ടിപ്പോവും. ഈ 5ഉം ഈ 5 വെട്ടിപ്പോയാൽ പിന്നെയുള്ളത് 1/2⁻1 (1) ഉണ്ട്. ഓക്കെ, നമുക്കറിയാം 1/3 എന്ന് പറഞ്ഞൊരു സംഖ്യ കിടന്നാൽ 1/ എന്ന് പറഞ്ഞ് കിടന്നാൽ ഇവിടെ മൈനസ് ആണെങ്കിൽ അതിനെ പ്ലസ് ആക്കിക്കൊണ്ട് അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ മക്കളെ 3/1 എന്ന് വരും. എടാ ഈ 1 കളഞ്ഞിട്ട് ഈ -1 കളഞ്ഞാൽ മതി. 3/1 എന്ന് വരും. മൈനസ് 2/1 എന്ന് വരും. (1) എന്നും വരും. 3/1 എന്ന് പറഞ്ഞാൽ 3 2/1 എന്ന് പറഞ്ഞാൽ 2 ശരിയാണോ? എന്താണ്? -1 എന്ന് വരും. (1) ശരി, 3 ഇത് 2 ദിവസം 1 വരും. 1/-1 എന്ന് വരും. ഈ സാധനം കിടക്കുന്ന (a⁻m) എന്ന ഇതിനെ 1/a⁻m എന്ന് എഴുതാം. അപ്പോൾ 1/a സ്ഥാനത്ത് 1 ആണ്. 1/1 എന്ന് വരും. 1/1/1 എന്ന് പറഞ്ഞാൽ മക്കളെ അത് 1 തന്നെയാണ്. അതായത് ഇതിന്റെ മൊത്തത്തിലെ വില 1 കിട്ടും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശരി, നമുക്കതിന്റെ രണ്ടാം പാർട്ടും ചെയ്യാം. അതിന്റെ രണ്ടാം പാർട്ട് ചെയ്യാം. ശരി, നോക്കിക്കോ, ഇതിന്റെ രണ്ടാം പാർട്ട് നമ്മൾ ചെയ്യുന്നു. രണ്ടാമത്തെ പകുതി. ശരി, ഇത് കിടക്കുന്ന എങ്ങനെ? 1/3⁻1 എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തെടുത്തിയ 1/3⁻1. നമുക്കറിയാം 1/3⁻1 എന്ന് കിടന്നാൽ മുകളിലത്തെ 1 കളഞ്ഞിട്ട് ഇവിടുത്തെ മൈനസും കളഞ്ഞങ്ങ് എഴുതിയാൽ മതി. ശരിയാണോ? എടാ 1 കളഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ ഈ സാധനം കിടക്കുന്ന (a⁻m) എന്ന. അപ്പം 1/a⁻m എന്നല്ലേ കിടക്കുന്നേ? 1/a⁻m. നമുക്കറിയാം a⁻m എങ്ങനെ എഴുതാം? a⁻m മാത്രം. അപ്പോൾ 1/a⁻m മാത്രം എങ്ങനെ എഴുതാം? a⁻m മാത്രം 1/a⁻m എന്ന് എഴുതാം. അപ്പോൾ 1/1/a⁻m എന്ന് വരും. ശരിയാണോ? 1/1/a⁻m എന്ന് വരും. ശരി, ഇത് ഹരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 1 തിരിച്ചെഴുതി ഗുണിക്കും. 1 × a⁻m ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അതായത് 1 × a⁻m/1 എന്ന് പറഞ്ഞാൽ a⁻m ശരിയില്ലയോ? a⁻m. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്തുവാ? നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം മുകളിൽ 1 കിടക്കുന്നുണ്ട്, താഴെ മൈനസ് ഉണ്ട്. ആ മൈനസ് കളയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ മൈനസ് മാറ്റി ആ സംഖ്യ അങ്ങ് എഴുതിയാൽ മതി. അതായത് എന്ത് വരും? 3/1 എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും? 4/1 എന്ന് വരും. 4/1 മൊത്തത്തിൽ എന്ത് വരും? (1) എന്നും വരും. ഓക്കെ, 3/1 മക്കളെ 3 4/1 മക്കളെ 4 ഒരു (1) കൂടെ. 3 ൽ 4 കുറച്ചാൽ -1 (1) എന്ന് വരും. ശരി, ഇതിപ്പോൾ a⁻1 എന്നല്ലേ കിടക്കുന്നേ? a⁻1 എന്ന് പറഞ്ഞാൽ മക്കളെ ആര് തന്നെ? ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1/(-1) എന്ന് വരും. എന്ന് പറഞ്ഞാൽ മക്കളെ എന്ത് വരും? 1/-1 എന്ന് വരും. എന്ന് പറഞ്ഞാൽ -1 എന്ന് കിട്ടും. ശരിയാണോ? അതായത് ഇതിന്റെ വില -1 എന്ന് കിട്ടും. എടാ ഇതിന്റെ വില -1 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ വില 1 എന്നും കിട്ടി മക്കളെ, ഇതിന്റെ വില -1 എന്നും കിട്ടി. ഇത് തമ്മിൽ എന്ത് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം? ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അല്ലേ? എങ്കിൽ +1 + -1, അതായത് 1 + -1. 1 + -1 എന്ന് പറഞ്ഞാൽ +1 -1 ക്യാൻസൽ ആവും. നമ്മുടെ ഉത്തരം 0 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 0 എന്ന് വരും. ഓപ്ഷൻ ബി 0 ആണ് ശരി ഉത്തരം.
മനസ്സിലായോ? ഡിഗ്രി ലെവലിൽ ചോദിച്ച ഒരു അടിപൊളി ചോദ്യമാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ലഘൂകരിക്കുക. 6/2 ഇൻറ്റു 10/4 ഇൻറ്റു 15/3 ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6. ഇതിനെ ലഘൂകരിച്ചാണ് പറയേണ്ടത്. ഓപ്ഷൻ ഉണ്ട് 2, 3, 4, 5. ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ച ചോദ്യമോ? 2023 മെയ് 27 നടന്ന പരീക്ഷയിലെ ചോദ്യമോ? ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതുന്നു. 6ന്റെ സ്ക്വയർ ഇൻറ്റു 10/4 ഇൻറ്റു 15/3. 6ന്റെ സ്ക്വയർ ഇൻറ്റു 10/4 ഇൻറ്റു 15/3. ഓക്കെ, 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6. 5/6 ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനെ ലഘൂകരിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുമ്പം മക്കളെ മുകളിലും താഴെയും തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണ് കിടക്കുന്നത്. നമുക്കറിയാം ഡിവിഷൻ എന്നതിനകത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റൂളാണ് a/m ഡിവൈഡഡ് ബൈ a/n. എടാ a/m ഡിവൈഡഡ് ബൈ a/n നമ്മളതിനെ a/m-n എന്ന് എഴുതാറുമുണ്ട്. a/m-n എന്ന് എഴുതാറുമുണ്ട്. ശരിയല്ലയോ? അതിനെന്തായിരിക്കണം റൂള്? ഇവിടെയും a ആയിരിക്കണം, ഇവിടെയും a ആയിരിക്കണം. ഹാര്യത്തിലും ഹാരകത്തിലും a ആയിരിക്കണം. അതായത് ഒരേ ബേസ് ആയിരിക്കണം. പക്ഷെ മക്കളെ ഇവിടെ നോക്കി, മുകളിലും താഴെയും ഒരേ ബേസുകളാണോ? അല്ല. മുകളിൽ 6 ഉണ്ട്, താഴെ 2. മുകളിൽ 10 ഉണ്ട്, താഴെ 3. മുകളിൽ 15 ഉണ്ട്, താഴെ 5. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, മുകളിലത്തെയും താഴത്തെയും ഞാൻ പറഞ്ഞല്ലോ രണ്ടിടത്തെയും ഒരേ ബേസുകളാക്കണം. ഒന്നുകിൽ ബേസ് ഒരുപോലെ ആക്കണം, അല്ലെങ്കിൽ പവർ ഒരുപോലെ ആക്കണം. എങ്കിൽ മാത്രമേ കൃത്യംഗങ്ങൾ ലഘൂകരിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നുകിൽ ബേസ് ഒരുപോലെ ആക്കണം, അല്ലെങ്കിൽ പവർ ഒരുപോലെ ആക്കണം. എങ്കിലേ കൃത്യംഗങ്ങൾ ലഘൂകരിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ മുകളിൽ 6 കിടപ്പുണ്ട്, താഴെ 2ഉം 3ഉം കിടക്കുന്ന അവസ്ഥയിൽ 6നെ നമുക്ക് പിരിച്ചെഴുതാം. ഈ കിടക്കുന്ന 6നെ പിരിച്ചെഴുതാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ 2 ഗുണം 3 എന്ന് എഴുതിക്കൂടെ? 6നെ മക്കളെ 2 ഗുണം 3 എന്ന് എഴുതാം. ദ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എടാ 6ന്റെ സ്ക്വയർ എന്ന് കിടക്കുന്നതിനെ 6നെ നമുക്ക് 2 ഗുണം 3 എന്ന് എഴുതാം. 2 ഗുണം 3 6. അപ്പൊ 6/2 എന്ന് തന്നെ ആയില്ലേ? എപ്പോഴും ആയി. ഇൻറ്റു 10/4. 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10നെ താഴെ 2ഉം കിടപ്പുണ്ട്, 5ഉം കിടപ്പുണ്ട്. അതുകൊണ്ട് 10നെ 2 ഗുണം 5 എന്ന് എഴുതാം. 2 ഗുണം 5 എന്ന് എഴുതാം. 2 ഗുണം 5 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. ഇൻറ്റു 15നെ നമുക്കറിയാം 3 ഗുണം 5 എന്ന് എഴുതാം. 15ന്റെ ഘടകങ്ങളാണ് 3ഉം 5ഉം. അപ്പൊ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. ശരിയില്ലയോ? 15/3നെ 3 ഗുണം 5 എന്ന് എഴുതിയ 15ആയി. ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇങ്ങനെ വരും 2/6 ഇൻറ്റു 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 എന്ന് വരും. ശരി, നമുക്ക് ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന ഈ പവറിനെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കാം. അതായത് ഇത് AB ദ ഹോൾ റൈസ് ടു m എന്ന് നടക്കുന്നത്. A ഗുണം B, AB ദ ഹോൾ റൈസ് ടു m എന്ന് കിടന്ന അതിനെ A/m ഇൻറ്റു B/m എന്ന് എഴുതാം. അതായത് 2/2 ഇൻറ്റു 3/2 എന്ന് എഴുതാം. ഗുണം 2/4 ഇൻറ്റു 5/4 എന്ന് എഴുതാം. ഗുണം 3/3 ഇൻറ്റു 5/3 എന്ന് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 എന്ന് വരും. ഓക്കെ ആണോ? ശരി, ഇനി നമ്മൾ നോക്കുമ്പം മക്കളെ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ ഒരു 2 സ്ക്വയർ കിടപ്പുണ്ട്. ഇവിടെ ഒരു 2/4 കിടപ്പുണ്ട്. അതായത് 2/2 ഗുണം 2/4. അതായത് A/m ഗുണം A/n. നമുക്കറിയാം A/m + n. അപ്പൊ 2/2 2 + 4 6 വരും. ഗുണം അടുത്തത് 3ന്റെ സ്ക്വയർ ഗുണം 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. 3 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്.
അപ്പം 3/2 ഇൻറ്റു 3/3 എന്ന് പറഞ്ഞാൽ 3/5 എന്ന് വരും. 3/5 ഇൻറ്റു അടുത്തത് 5/4 ഇൻറ്റു 5/3 എന്ന് കിടപ്പുണ്ട്. 5/4 5/3 ഗുണിച്ചാൽ 5/7 ആണ്. ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 എന്ന് വരും. ഓക്കെ, ശരി, നമുക്ക് വെട്ടാൻ പറ്റും മക്കളെ. മുകളിലും 2/6 ഉണ്ട്, താഴെയും 2/6 ഉണ്ട്, വെട്ടിക്കളയാം. മുകളിലും താഴെയും 3/5 ഉണ്ട്, വെട്ടിക്കളയാം. ഇനി കിടക്കുന്ന 5/7/5/6 5/7/5/6 അതായത് a/m/a/n എന്നാ കിടക്കുന്നത്. a/m-n അതായത് 7 - 6 1 വരും. 5/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം 5 തന്നെയാണ്. 5/1 എന്ന് പറഞ്ഞാൽ ശരി ഉത്തരം 5 തന്നെയാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ 5 എന്ന് കിട്ടും. നമ്മുടെ ശരി ഉത്തരം 5 എന്ന് കിട്ടും. നമ്മുടെ ശരിയായ ഉത്തരം 5 എന്ന് ലഭിക്കും. ശരിയാണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി 5 ആണ്. ഓപ്ഷൻ ഡി 5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ ഇല്ലയോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങിയാലോ? നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: x⁻⁴ ഈക്വൽ ടു 36/x⁻².3 ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ ഉണ്ട് 23, 10, 12, 70. 2023 മെയ് 19 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ ചോദ്യമാണ്. ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതി കാണിക്കാം. x⁻⁷ മക്കളെ, x⁻⁷ x⁻⁷ ഡിവൈഡഡ് ബൈ 48 ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ x⁻².3 x⁻².3 ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ സാധനം സമത്തിനപ്പുറവും ഇപ്പുറവും 2 ഭിന്നസംഖ്യകളാണ്. സമത്തിനപ്പുറവും ഇപ്പുറം 2 ഭിന്നസംഖ്യകൾ നടന്നാൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ക്രോസ് ഗുണനമാണ്. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ക്രോസ് ഗുണനമാണ്. സമത്തിനപ്പുറവും ഇപ്പുറവും 2 ഭിന്നസംഖ്യകളായിട്ട് കിടന്നാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ക്രോസ് ഗുണിക്കലാണ്. അവ ക്രോസ് ഗുണിക്കുമ്പോൾ മക്കളെ ഇങ്ങനെ വരും: x⁻⁴ x⁻⁴ ഗുണം x⁻².3 x⁻².3 ഈക്വൽ ടു 36 ഇൻറ്റു 48 എന്ന് വരും. 36 ഇൻറ്റു 48 എന്ന് വരും. ശരി, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സാധനം കിടക്കുന്നത് a/m ഇൻറ്റു a/n എന്നാണ്. a/m ഇൻറ്റു a/n എന്നാണ് ഈ സാധനം കിടക്കുന്നത്. നമുക്കറിയാം ഇതിനെ a/m+n എന്ന് എഴുതണം. അപ്പോൾ a/, അതായത് x⁻m+n അതായത് 0.7 പ്ലസ് 2.3 2.3 0.7 കൂട്ടിയ മക്കളെ 3 എന്ന് വരും. പെർഫെക്റ്റ് ആയിട്ട് 3 എന്ന് വരും. സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കാം. 2.3 പ്ലസ് 0.7 കൂട്ടുമ്പം എന്ത് വരും? 7 3 10 0 ശിഷ്ടം 1 പോയിന്റ് കൊടുത്ത് 2ഉം ആ 1 കൂട്ടിയ 3 എന്ന് വരും. 3.0 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ശരിയാണോ? x³ സമം 36 ഇൻറ്റു 48 എന്ന് വരും. x⁻³ സമം 36 ഇൻറ്റു 48 36 ഇൻറ്റു 48 എന്ന് വരും. അതായത് ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് ഇത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എന്ന്. ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് ഇത് പരസ്പരം ഗുണിച്ചാൽ കിട്ടുന്നതെന്ന്. ശരി, അപ്പം 36 ഇൻറ്റു 48 ഞാൻ ഇങ്ങനെ ഒന്ന് പിരിച്ചെഴുതുക മക്കളെ. 36 ഇൻറ്റു 48 എനിക്ക് 36 48 ഒരു കോമൺ ഘടകം, ഒരു കോമൺ ഫാക്ടറാണ് 12. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുക: 12 ഇൻറ്റു 3 ആണ് 36. ശരിയില്ലയോ? അപ്പം 36 ഞാൻ 12 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ തെറ്റുമല്ലോ ഉണ്ടോ? ഒരു തെറ്റുമില്ല. കാര്യം 2 പേരുടെ ഒരു ഘടകമാണ് 12. അതുകൊണ്ട് ഞാൻ 12 ഇൻറ്റു 3 എന്ന് എഴുതി. ഒരു തെറ്റുമില്ല. ശരിയാണോ? ഇൻറ്റു 48 ഞാൻ 12 ഇൻറ്റു 4 എന്ന് എഴുതുക. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. 12 ഇൻറ്റു 4 എന്ന് എഴുതിയാൽ ഒരു തെറ്റുമില്ല. അപ്പോൾ മക്കളെ ഇങ്ങനെ വരും: x³ സമം ഈ 12 അങ്ങനെ തന്നെ 12 ഇൻറ്റു ഈ 12 എഴുതി അങ്ങനെ തന്നെ
ഈ 12 എഴുതി, ഈ 12 എഴുതി. 12 ഇൻറ്റു 12 ഇൻറ്റു, ഇനി അടുത്ത് നോക്കിയ മക്കളെ 3 ഇൻറ്റു 4 അല്ലയോ ഉള്ളത്. 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാലും 12 അല്ലയോ. അപ്പം 12 ഇൻറ്റു 12 ഇൻറ്റു 12 എന്ന് വരും. അതായത് എക്സ് ക്യൂബ് സമം മക്കളെ എക്സ് ക്യൂബ് സമം 12ന്റെ ക്യൂബ് എന്ന് വരും. എക്സ് ക്യൂബ് സമം 12ന്റെ ക്യൂബ് എന്ന് വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ എപ്പോഴും മുകളിലും താഴെയും അല്ലെങ്കിൽ ഇടത്തും വലത്തും ബേസുകളെ ഒരുപോലെ ആക്കണം, അതല്ലെങ്കിൽ പവറുകളെ ഒരുപോലെ ആക്കണം. ഇപ്പം മക്കളെ ബേസുകൾ ഒരുപോലെ ആയില്ല, പക്ഷേ പവറുകൾ ഒരുപോലായി. എടാ എക്സ് ക്യൂബ് 12ന്റെ ക്യൂബാ എങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ 12 അല്ലയോ. എടാ ഒരു സംഖ്യയുടെ ക്യൂബ് എടുത്താൽ അത് 12ന്റെ ക്യൂബാണെന്ന്, എങ്കിൽ ആ സംഖ്യയാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ ആ സംഖ്യ 12 അല്ലേ? ആ സംഖ്യ 12 ആണ്. നമ്മുടെ ശരി ഉത്തരവും 12 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങട്ടെ. ശരി, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി 12 ആയിരുന്നു. നമ്മുടെ 2023 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ ചോദ്യമാണ്. ശരി ഉത്തരം 12 എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെ, റൂട്ട് ഓഫ് 2 ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു 1024 ആയാൽ എന്നിൻ്റെ വില എത്ര? റൂട്ട് ഓഫ് 2 ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു 1024 ആയാൽ എന്നിൻ്റെ വില എത്ര? ഓപ്ഷൻ ഉണ്ട് 10, 20, 12, 16. 2023 മെയ് 11 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFAയുടെ ചോദ്യമാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദ്യമാണ്. ശരി, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആ റൂട്ട് 2 റൈസ് ടു n സമം 1024. ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, റൂട്ട് ഓഫ് 2 റൈസ് ടു ദ ഹോൾ റൈസ് ടു n അല്ലേ? റൂട്ട് 2 ദ ഹോൾ റൈസ് ടു n സമം 1024 ആയാൽ എന്നിൻ്റെ വില എത്ര എന്നാ ചോദിക്കുന്നത്. നമ്മൾ കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കിനകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടത് സൈഡിൽ മക്കളെ റൂട്ട് കണ്ടാലും റൂട്ട് ഇല്ലെങ്കിലും ഇടത് സൈഡിൽ കിടക്കുന്ന ബേസ് ആരാ? 2. ഇടത് സൈഡിൽ കിടക്കുന്ന ബേസ് 2. അപ്പോൾ വലത് സൈഡിൽ നമ്മൾ അതേ ബേസിൽ തന്നെ കൊണ്ടുവരണം. ഇടത് സൈഡിൽ കിടക്കുന്ന ബേസ് 2 ആണ്. അതുകൊണ്ട് വലത് സൈഡിൽ കിടക്കുന്നവനെയും ബേസ് 2 എന്ന നിലയിൽ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് 2 റൈസ് ടു n എന്നങ്ങ് എഴുതാം. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം ഒരുത്തനല്ല ഉള്ളു. റൂട്ട് ഓഫ് 2 റൈസ് ടു n സമം ഈ 1024 നമ്മൾ ഘടകക്രിയ ചെയ്യാൻ പോവുക. ഫാക്ടറൈസ് ചെയ്യാൻ പോവുക. 1024 ഘടകക്രിയ ചെയ്യുമ്പം എത്ര കൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ 2 കൊണ്ട് മാത്രം. കാര്യം 2ന്റെ ഒരു പവറായിട്ടാണ് 1024 എഴുതിയിരിക്കുന്നത്. 2ന്റെ ഒരു പവറായിട്ടാണ് 1024 എഴുതിയിരിക്കുന്നത്. എങ്കിൽ 1024 ഞാൻ 2 കൊണ്ട് മാത്രം ഘടകക്രിയ ചെയ്യുമോ? അപ്പോൾ മക്കളെ എങ്ങനെ വരും? 510 2 5 വട്ടം. ഓക്കെ ആണോ? 2 2 1 വട്ടം, 4 2 വട്ടം, 512 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമോ? 5 2 തവണ. ഓക്കെ, ശിഷ്ടം 1 11 5 തവണ. ശിഷ്ടം 1 12 6 തവണ. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമോ? 1 2 16 8 തവണ. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമോ? 6 4 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമോ? 3 2 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക 1 12 6 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക 8 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക 4 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക 2 എന്ന് വരും. വീണ്ടും 2നെ 2 കൊണ്ട് ഹരിക്കുക 1 എന്ന് വരും. അപ്പോൾ 1 വരുന്നത് വരെ ഞാനങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി. 1024 എന്ന് പറയുമ്പം 2ന്റെ 1 2 3 4 5 6 7 8 9 10 2 റൈസ് ടു 10 ആണ് മക്കളെ 1024. 2 റൈസ് ടു 10 ആണ് 1024. 2 റൈസ് ടു 10 ആണ് 1024. ശരി, നമുക്ക് വേണ്ടത് എന്നിൻ്റെ വിലയില്ലയോ? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ട് എന്നിൻ്റെ വില ചോദിച്ചാൽ മക്കളെ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇതെന്ത് റൂട്ടാ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് സ്ക്വയർ റൂട്ടാ. എടാ ഇങ്ങനെ മാത്രം എഴുതിയാൽ അത് സ്ക്വയർ റൂട്ടാ. ഇനി എഴുതിയിട്ട് ഇവിടെ ഒരു 3 കൊടുത്താൽ അത് ക്യൂബ് റൂട്ടാ. എഴുതിയിട്ട് ഇവിടെ ഒരു 4 കൊടുത്താൽ അത് ഫോർത്ത് റൂട്ടാ.
എഴുതിയിട്ട് ഇവിടെ ഒരു 5 കൊടുത്താൽ അത് ഫിഫ്ത്ത് റൂട്ടാണ്. മനസ്സിലായോ? ഒന്നുമില്ല, വെറുതെ ഒരു ചിഹ്നം മാത്രമേ ഉള്ളെങ്കിൽ അത് സ്ക്വയർ റൂട്ടാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ അതെന്തോ ആയിക്കോട്ടെ, ഇതിനകത്തിൽ ഏത് വന്നാലും നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ, ഈ കിടക്കുന്ന എന്നിന്റെ വില കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ഇവനെയും ഇവനെയും ക്യാൻസൽ ചെയ്തു. ഇവിടെ റൂട്ടാണ്, അപ്പുറത്ത് റൂട്ടില്ല, കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്നിന്റെ വില കണ്ടുപിടിക്കാൻ ഈ കിടക്കുന്ന സംഖ്യയുടെ ഇത് സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് മക്കളെ, സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ഇരട്ടി പറഞ്ഞാൽ മതി. 10 × 2 20. സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് മക്കളെ 2 കൊണ്ട് ഗുണിക്കണം. ക്യൂബ് റൂട്ട് ആയിരുന്നെങ്കിൽ ആ 10നെ 3 കൊണ്ട് ഗുണിക്കണം. ഫോർത്ത് റൂട്ട് ആയിരുന്നെങ്കിൽ ആ സംഖ്യ 4 കൊണ്ട് ഗുണിക്കണം. ഫിഫ്ത്ത് റൂട്ട് ആയിരുന്നെങ്കിൽ ആ സംഖ്യ 5 കൊണ്ട് ഗുണിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഒന്നുമില്ല, പറഞ്ഞ ആരും ഒന്നുകൂടെ പറഞ്ഞുതരാം വേഗം. നോക്കി, ഇവിടെ √2n സമം ഇതിനെ എങ്ങനെ എഴുതാം? 2/10 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ഈ എന്നിന്റെ വിലയാ. എന്നിന്റെ വില കണ്ടുപിടിക്കാൻ ഇവിടെ കിടക്കുന്ന 10നെ നിങ്ങൾ ഇവിടെ സ്ക്വയർ റൂട്ട് അല്ലേ മക്കളെ, സ്ക്വയർ റൂട്ടാ. ആ 2 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. 10 × 2 നമ്മുടെ ശരി ഉത്തരം 20 എന്ന് വരും. ഇവിടെ ക്യൂബ് റൂട്ട് ആയിരുന്നെങ്കിലോ 10 × 3. ഇവിടെ ഫോർത്ത് റൂട്ട് ആയിരുന്നെങ്കിലോ 10 × 4. ഇവിടെ ഫിഫ്ത്ത് റൂട്ട് ആയിരുന്നെങ്കിലോ 10 × 5. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ശരി ഉത്തരം 20 ആണ്. ഓപ്ഷൻ ബി 20 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. 64 -1/3 ഇൻറ്റു 8 2/3 ഇൻറ്റു 27 1/3 ഇൻറ്റു 36 -1/2 ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ ഉണ്ട് 1/4, 1/2, 1/8, 1/12. നമ്മുടെ 2023 മെയ് 19 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യമാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് മുൻകാലങ്ങളിലും PSC നിരവധി തവണ LDC പോലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം 64 -1/3. ഞാനൊന്ന് മാറ്റി എഴുതി കാണിച്ചു തരാം. 64 -1/3 ഇൻറ്റു 8 2/3 ഇൻറ്റു 27 1/3 ഇൻറ്റു 36 -1/2. 36 -1/2. നമ്മൾ ആദ്യവും ഇതേപോലൊക്കെ ഒരു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതാ, ഇതേപോലെ എന്നല്ല. അപ്പം ഇങ്ങനെ മുകളിൽ ഒരു സംഖ്യയുടെ മുകളിലായിട്ടൊരു ഫ്രാക്ഷൻ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞതാ. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? എടാ ഒന്നുമില്ല, ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്നത് (1/3) അതായത് ഒരു ഫ്രാക്ഷനാണ് കിടക്കുന്നത്. ഫ്രാക്ഷന്റെ ചുവട്ടിൽ അഥവാ ഛേദത്തിൽ 3. ആ 3 എങ്ങനെങ്കിലും വെട്ടിപ്പോകണം. അത് വെട്ടിപ്പോകണമെങ്കിൽ അകത്ത് കിടക്കുന്ന സംഖ്യയെ നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ 3ാമത്തെ പവർ അഥവാ ക്യൂബാക്കി എഴുതാൻ പറ്റുമോ നോക്കണം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ 3ാമത്തെ പവർ അഥവാ ക്യൂബാക്കി എഴുതാൻ പറ്റുമോ നോക്കണം. പറ്റും. എടാ 64 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 4ന്റെ ക്യൂബാ. അപ്പം 4ന്റെ ക്യൂബ് (1/3) എന്ന് എഴുതാം. 4ന്റെ ക്യൂബ് (1/3) എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇൻറ്റു ഇവിടെ (2/3) ആണ്. 3 വെട്ടിപ്പോകണം. അതുകൊണ്ട് അകത്ത് കിടക്കുന്ന സംഖ്യയെ 8നെ ഏതെങ്കിലും സംഖ്യയുടെ 3ാമത്തെ പവർ ആക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ പറ്റും. 2ന്റെ ക്യൂബ് എന്ന് എഴുതാം മക്കളെ. 2ന്റെ ക്യൂബ് (2/3) എന്ന് എഴുതാം. 2ന്റെ ക്യൂബ് (2/3) എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ഇവിടെയും 3 വെട്ടിപ്പോണം. അപ്പൊ 27നെ 3ന്റെ ക്യൂബ് എന്ന് എഴുതാം. 3ന്റെ ക്യൂബ് (1/3) എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ഇവിടെ 2 വെട്ടിപ്പോണം. അതുകൊണ്ട് 36നെ മക്കളെ സ്ക്വയർ ആക്കണം. എങ്ങനെ എഴുതാം? 6ന്റെ സ്ക്വയർ (1/2) എന്ന് എഴുതാം. ഓക്കെ, ഈ 3ഉം വെട്ടിപ്പോകും. പിന്നെയുള്ളത് സുഹൃത്തുക്കളെ 4 (-1) കണ്ടോ, -1.
4⁻⁻1 ഇൻറ്റു 3ഉം 3ഉം വെട്ടിപ്പോവും 2⁻2 വരും ഇൻറ്റു 3ഉം 3ഉം വെട്ടിപ്പോവും 3⁻1 വരും ഇൻറ്റു മക്കളെ 2ഉം 2ഉം വെട്ടിപ്പോവും 6⁻1 വരും. ഓക്കെ ആണോ? ശരി, നമുക്കറിയാം ഈ സാധനം കിടക്കുന്നത് a⁻m എന്നാ, ശരിയില്ലയോ? a⁻m എന്നാ കിടക്കുന്നത്. അപ്പം a⁻m എന്നൊരു സാധനം കിടക്കുന്ന കണ്ടാൽ അതിനെ 1/a⁻m എന്ന് എഴുതാം. 1/a⁻m എന്ന് എഴുതാം. അപ്പോൾ 1/4⁻1 എന്ന് വരും. 4⁻1 എന്ന് പറഞ്ഞാൽ മക്കളെ 4 തന്നെ. അപ്പോൾ എഴുതണ്ട, 1/4 എന്ന് എഴുതിയാൽ മതി. അടുത്ത 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3⁻1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇതും ഏത് രൂപത്തിലാണ്? a⁻m എന്ന. നമ്മളതിനെ 1/a⁻m എന്ന് എഴുതും. അതായത് 1/6⁻1 എന്ന് എഴുതും. ശരി, ഇനി നമുക്ക് വെട്ടാം. 4ഉം ഈ 4ഓടെ വെട്ടിക്കളയാം. 3-നകത്ത് 3 ഒരു വെട്ടം, 6-നകത്ത് അതായത് 6-നകത്ത് 6, 3 2 വെട്ടം. ഇനി പ്രത്യേകിച്ച് വെട്ടാനൊന്നുമില്ല. 1 ഗുണം 1 ഗുണം 1 ഗുണം 1 എന്ന് പറഞ്ഞാൽ മുകളിൽ 1 വരും. താഴെ ഒരു 2 മാത്രം, താഴെ ഒരു 2 മാത്രം. നമ്മുടെ ശരി ഉത്തരം 1/2 എന്ന് വരും. നമ്മുടെ റൈറ്റ് ആൻസർ 1/2. നമ്മുടെ ശരി ഉത്തരം 1/2. ഓപ്ഷൻ ബി 1/2 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. 7⁻x-3 ഇൻറ്റു 5⁻2x-8 സമം 1225 ആയാൽ എക്സിൻ്റെ വില എത്ര? 5, 2, 3, 4. നമ്മുടെ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചോദിച്ച ചോദ്യമാണ്. 2022 നവംബർ 29 നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. എക്സൈസ് ഇൻസ്പെക്ടർ 7⁻x-3 ഇൻറ്റു 5⁻2x-8 സമം 1225. ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതാം. 7⁻x-3 ഇൻറ്റു 5⁻2x-8 അല്ലേ, ഈക്വൽ ടു 1225 എന്നാണ് പറയുന്നത്. 2x-8 അല്ലേ? അതെ, 5⁻2x-8 സമം 1225 ആയാൽ എക്സിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ വൃത്തിയായിട്ട് ഈ ചോദ്യം നോക്കി. അതായത് മക്കളെ, വലത് സൈഡിൽ കിടക്കുന്ന 1225-നെ 7 ഗുണം 5ന്റെ പവറുകളാക്കി എഴുതിയിരിക്കുക. അതായത് 1225-ന്റെ ഘടകങ്ങളാണ് 7ഉം 5ഉം. ആ ഘടകങ്ങളുടെ പവറുകളാക്കി എഴുതിയിരിക്കുക. ശരിയില്ലയോ? എടാ, എന്ന് പറഞ്ഞാൽ 7 എത്രയോ തവണ ഗുണിക്കണം, എന്നിട്ട് 5 എത്രയോ തവണ ഗുണിക്കണം, എന്നിട്ട് അത് പരസ്പരം ഗുണിച്ചാൽ 1225 കിട്ടുമെന്ന്. മനസ്സിലായോ? അതായത് 1225-ന്റെ ഘടകങ്ങളായ 7ഉം 5ഉം എത്രയോ തവണ ഗുണിച്ചപ്പോഴാണ് 1225 കിട്ടിയത്. എങ്കിൽ ആ എക്സിന്റെ വിലയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് 1225-നെ നമ്മൾ ഘടകക്രിയ ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? നമുക്ക് 5 കൊണ്ടും 7 കൊണ്ടും അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഘടകങ്ങൾ. ഘടകക്രിയ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം 5 കൊണ്ട് ചെയ്യുവാണ് മക്കളെ. 5 കൊണ്ട് ചെയ്യുക. 12-നകത്തിൽ 5 2 വട്ടം, 2 5 10, ശിഷ്ടൻ 2. 22-നകത്ത് 5 4 20, 5 4 20, ശിഷ്ടൻ 2. 25-നകത്ത് i 5 25, വീണ്ടും 5 കൊണ്ട് ചെയ്യുമോ? 5 4 20, ശിഷ്ടൻ 4. 45-നകത്ത് 9 5 45. ഓക്കെ, ഇനി എന്തായാലും 49-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 7 കൊണ്ട്. 7 7 49, വീണ്ടും 7-നെ 7 കൊണ്ട് തന്നെ, ഒരു 7 7. ഇനി പറ്റത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ 5 2 വട്ടം ഗുണിക്കണം. അതാ കണ്ടോ, 5 2 വട്ടം, 7 2 വട്ടം. ഇതാണ് നമ്മുടെ എന്താ 1225. അപ്പോൾ ഇങ്ങനെ എഴുതാം മക്കളെ, 7⁻2. ശരിയാണോ? അതാ 7 2 വട്ടം, 7⁻2 ഇൻറ്റു 5⁻, അതും 2 തന്നെ, 5⁻2 ആണ് 1225. 1225. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതാണ് 1225 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നമുക്ക് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ മക്കളെതാ ഈ ഒരു സാധനം മാത്രം നിങ്ങളടുത്ത് പരിശോധിച്ച് നോക്കി. ഇത് മാത്രം. അതായത് 7⁻x-3 എന്ന് പറയുന്നത്
7 റൈസ് ടു x - 3 എന്ന് പറയുന്നത് 7 റൈസ് ടു 2 അല്ലയോ സുഹൃത്തുക്കളെ? എടാ 7 റൈസ് ടു 2 അല്ലയോ? അതായത് നോക്കി ഈ സാധനം കണ്ടോ, നമ്മളോട് പറയുന്നുണ്ട് 7 റൈസ് ടു x - 3 5 റൈസ് ടു 2x - 8 ഗുണിച്ചാലാണ് ഇത് കിട്ടുന്നത്. അപ്പൊ 7 റൈസ് ടു x - 3 വില കിട്ടി 7 റൈസ് ടു 2 ആണെന്ന്. മക്കളെ 7 റൈസ് ടു x - 3 വില കിട്ടി, അത് 7 റൈസ് ടു 2 അത് 7 റൈസ് ടു 2 എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മാത്രം പരിശോധിച്ചാൽ മതി. 7 റൈസ് ടു x - 3 ഈക്വൽ ടു 7 റൈസ് ടു 2 ആണ്. 7 റൈസ് ടു 2 ആണ്, ശരിയാണോ? ഇതിൽ നിന്നും എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. അതല്ല എങ്കിൽ നോക്കി, നമുക്ക് അവർ പറയുന്നുണ്ടായിരുന്ന 5 റൈസ് ടു 2x - 8 1225 ഒരു ഘടകമാണ്. ആ ഘടകം നമുക്ക് മനസ്സിലായ 5ന്റെ സ്ക്വയറാ. എങ്കിൽ മക്കളെ ഇങ്ങനെ പറയാം, 5 റൈസ് ടു 2x - 8 എന്നത് എന്ത് തന്നെയാ? 5 റൈസ് ടു 2. അപ്പൊ അത് ചെയ്താലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. എടാ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സമത്തിന്റെ ഇടത്തും വലത്തും ബേസ് ഒരുപോലായി, വെട്ടിക്കളയാം. എങ്കിൽ മക്കളെ പവർ ഓട്ടോമാറ്റിക്കലി തുല്യമാകും. അതായത് x - 3 = 2 എങ്കിൽ x സമം 2 + 3 എന്ന് വരും. 2 + 3 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടും. മതി, നമ്മുടെ ഉത്തരവായി. എങ്കിലും നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലൂടെ ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഒന്നുകൂടെ കണ്ടുപിടിക്കാം. ഇവിടെയും ബേസ് തുല്യവാ, 5 വെട്ടിക്കളഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി പവറുകളായ 2x - 8 രണ്ടും കൂടെ തുല്യമായിക്കോളും. എങ്കിൽ 2xന്റെ മാത്രം വില 2 + 8 എന്ന് വരും. 2xന്റെ വില 10 എന്ന് കിട്ടും, ശരിയാണോ? എങ്കിൽ എക്സിന്റെ വില 10/2 5 എന്ന് കിട്ടും. അപ്പൊ മനസ്സിലായി, ഏത് ചെയ്താലും എക്സിന്റെ വില മക്കളെ 5. എടാ ഇത് ചെയ്താലും എക്സിന്റെ വില 5. നമ്മുടെ ശരി ഉത്തരം 5 എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മൾ ചെയ്ത് എന്തുവാ? അവര് പറയുന്നുണ്ട് 7നെ എത്രയോ തവണ ഗുണിക്കണം, 5നെ എത്രയോ തവണ ഗുണിക്കണം, അപ്പോഴാണ് 1225 കിട്ടുന്നതെന്ന്. അപ്പൊ നമ്മൾ 1225നെ ഘടകക്രിയ ചെയ്ത് നോക്കുമ്പോൾ 7 എത്ര വട്ടം ഉണ്ടെന്നും 5 എത്ര വട്ടം ഉണ്ടെന്നും കിട്ടി. 7 2 വട്ടം, 5 2 വട്ടം, ശരിയല്ലയോ? അപ്പൊ മനസ്സിലായി, ഇതിന്റെ വില 7ന്റെ സ്ക്വയർ എന്നാ. എടാ ഇവന്റെ വില 5ന്റെ സ്ക്വയർ എന്നാ. അപ്പം ഇതെടുത്ത് ചെയ്താലും നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം, ഇതെടുത്ത് ചെയ്താലും നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ എ 5 ആണ്. ഓപ്ഷൻ എ 5 ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തത് ഒരു നല്ല ചോദ്യമാണ്. 4 റൈസ് ടു x - 1 ഇൻറ്റു 0.5 റൈസ് ടു 3 - 2x ഈക്വൽ ടു 1/8 ദ ഹോൾ റൈസ് ടു x ആയാൽ എക്സിന്റെ വില എത്ര? ഓപ്ഷൻ ഉണ്ട് 1, 1/2, 7/5, 5/7. 2022 നവംബർ 19 നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യമാണിത്. 2022 നവംബർ 19 നടന്ന ഡിഗ്രി പ്രിലിംസ്. അപ്പൊ ഞാൻ ചോദ്യം ഒന്ന് മാറ്റി എഴുതുക. മക്കളെ 4 റൈസ് ടു x - 1 നോക്ക്. 4 റൈസ് ടു x - 1 ഇൻറ്റു 0.5 റൈസ് ടു 3 - 2x 0.5 റൈസ് ടു 3 - 2x അല്ലേ? 3 - 2x ഈക്വൽ ടു 1/8 ദ ഹോൾ റൈസ് ടു x ആയാൽ എക്സിന്റെ വിലയാണ് കണ്ടെത്തേണ്ടത്. ശരി, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുമുണ്ട്, എപ്പോഴും കൃത്യംഗങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്തുവാ? ഒന്നുകിൽ എല്ലായിടത്തെയും ബേസിനെ തുല്യമാക്കണം, അതല്ലെങ്കിൽ എല്ലായിടത്തെയും പവറുകളെ തുല്യമാക്കണം. മക്കളെ ഇവിടെ എല്ലായിടത്തെയും ബേസുകളെ നമുക്ക് തുല്യമാക്കാൻ പറ്റും. എല്ലായിടത്തെയും ബേസുകളെ തുല്യമാക്കാൻ പറ്റും. അപ്പൊ കുറച്ച് പേർക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ 4 ആണല്ലോ, ഇവിടെ 0.5 ആണല്ലോ, ഇവിടെ 8 ആണല്ലോ, ഇവിടെ എങ്ങനെ ഇവിടെ ഒരേ ബേസ് കൊണ്ടുവരും എന്നൊക്കെ തോന്നും. പക്ഷേ പറ്റും മക്കളെ, നമ്മളെ കൊണ്ട് പറ്റും. എല്ലായിടത്തെയും ബേസിനെ തുല്യമാക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ? 4നെയും 8നെയും എന്തായാലും നമുക്ക് 2ന്റെ ബേസ് ആക്കാൻ പറ്റുമല്ലോ. പറ്റും. ശരി, നമുക്ക് അതിനെ നമുക്ക് നോക്കാം. അപ്പൊ ഇവനെ എങ്ങനെ എഴുതാൻ പറ്റും ചിന്തിക്കാം. അത് പോട്ടെ. 4നെ എങ്ങനെ എഴുതാം?
4നെ നമുക്ക് 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം 0.5 എന്ന് പറഞ്ഞാൽ അരയെന്നല്ലയോ അർത്ഥം. അര 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 1ന്റെ പകുതി എന്നില്ലയോ, 1ന്റെ പകുതി എന്നില്ലയോ. അപ്പോൾ 1ന്റെ പകുതിയെ 0.5 എന്ന് എഴുതുന്നതിന് പകരം 1/2 എന്ന് എഴുതി കൂടെ? തെറ്റുണ്ടോ? ഇല്ല. 0.5നെ 0.5 എന്ന് എഴുതുന്നതിന് പകരം 1/2 എന്ന് എഴുതിയാലും ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 എന്ന് എഴുതാം. 1/2 ദ ഹോൾ റൈസ് ടു 3 മൈനസ് 2x എന്ന് വരും. ഈക്വൽ ടു 1/8നെ നമുക്ക് 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. 2ന്റെ ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് പറയാം. ശരിയാണോ? ശരി. ഈ സാധനം കിടക്കുന്ന ഇപ്പം എങ്ങനെയാ? ഈ സാധനം കിടക്കുന്നത് ഇപ്പം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന നമ്മളതിനെ എ റൈസ് ടു എം എൻ എന്ന് എഴുതും. അപ്പം 2 റൈസ് ടു അതായത് ഗുണിക്കുമ്പം 2 ഇൻറ്റു അതായത് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും 2x മൈനസ് 2 എന്ന് വരും. ഇൻറ്റു മക്കളെ നമുക്കിതറിയാം. ഇത് ഏത് രൂപത്തിൽ കിടക്കുന്നത്? ഈ സാധനം കിടക്കുന്നത് 1/2 റൈസ് ടു 1 എന്നല്ലേ കിടക്കുന്നത്? 1/2 റൈസ് ടു 1 എന്നല്ലേ കിടക്കുന്നത്? ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ശരി, ഇതിനെ മാറ്റി എഴുതുന്നത് നേരെ തിരിച്ചെഴുതാം. ഈ 2നെ മേലെ തിരിച്ചു കൊണ്ടുവരാം. എടാ 1/2ലെ 2/1 എന്ന് എഴുതാം. 2/1 എന്ന് വേണേൽ എഴുതാം. 1 താഴെ എഴുതിയാൽ കാര്യമൊന്നുമില്ല. അങ്ങനെ തിരിച്ചെഴുതുമ്പം പവറിനെ മൊത്തത്തിൽ നമ്മളൊരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മതി. മക്കളെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എടാ ഈ 1/2 എന്ന് കിടക്കുന്നവനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചെഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ 1/2 എന്നുള്ളതിനെ ഞാൻ 2/1 എന്ന് എഴുതാം. 1 താഴെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 1 കളഞ്ഞു. പക്ഷേ തിരിച്ചെഴുതുമ്പോൾ നമ്മൾ പവറിൽ കിടക്കുന്നവനെ എപ്പോഴും ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരും മക്കളെ. -3 എന്നും വരും, +2x എന്നും വരും. ശരിയാണോ? -3 എന്നും വരും, +2x എന്നും വരും. ഈക്വൽ ടു ദാ ഇവനെ എങ്ങനെ എഴുതാം? ഇവൻ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? 1/a റൈസ് ടു m എന്നാണ് കിടക്കുന്നത്. 1/a റൈസ് ടു m എന്നാണ് കിടക്കുന്നത്. ഇവരെ നമ്മൾ a റൈസ് ടു മൈനസ് m എന്ന് എഴുതും. a റൈസ് ടു മൈനസ് m. അപ്പോൾ 2a റൈസ് ടു -3 എന്ന് വരും. 2a റൈസ് ടു -3 എന്ന് വരും. ഹോൾ റൈസ് ടു ഒരു എക്സും കിടപ്പുണ്ട്. ഹോൾ റൈസ് ടു എക്സ്. ശരി, ഇനി നമുക്കറിയാം ദാ ഇത് ഏത് രൂപത്തിലാണ്? a റൈസ് ടു m ഗുണം a റൈസ് ടു n. a റൈസ് ടു m ഗുണം a റൈസ് ടു n. അപ്പോൾ ഇങ്ങനെ വരും a റൈസ് ടു m പ്ലസ് n. അതായത് a റൈസ് ടു അതായത് 2a റൈസ് ടു 2x മൈനസ് 2 പ്ലസ് -3 പ്ലസ് 2x എന്ന് വരും. ഈക്വൽ ടു 2a റൈസ് ടു -3x എന്നും വരും. 2a റൈസ് ടു -3x. സമചിഹ്നത്തിനിടത്തും വലത്തും ബേസ് തുല്യമായി വെട്ടിക്കളയാം. പവറുകൾ ഓട്ടോമാറ്റിക്കലി തുല്യമായിക്കോളും. അപ്പോൾ 2x-ഉം 2x കൂട്ടിയ മക്കളെ 4x എന്ന് വരും. 4x -2ഉം -3 കൂട്ടിയ -5 എന്ന് വരും. ഈക്വൽ ടു -3x എന്നും വരും. ഓക്കെ ആണോ? ശരി, എക്സിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. 4x ഇപ്പുറത്ത് തന്നെ, -3x ഇപ്പുറത്ത് വരുമ്പം +3x എന്ന് വരും. -3x ഇപ്പുറത്ത് വരുമ്പം +3x. ഈക്വൽ ടു -5 അപ്പുറത്ത് പോകുമ്പം +5 എന്ന് വരും. 4x 3x കൂട്ടിയ 7x എന്ന് വരും. 7x സമം 5 എന്ന് വരും. 7x സമം 5 എന്ന് വരും. എങ്കിൽ x സമം 5/7 എന്നും വരും. x സമം 5/7 എന്നും വരും. എക്സിൻ്റെ വില 5/7 എന്ന് കിട്ടും. മനസ്സിലായോ? അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കിടിലൻ ചോദ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ദാ അടുത്ത ചോദ്യം. അപ്പം നമ്മുടെ ശരിയുത്തരം ഏതാ? നമ്മുടെ ശരിയുത്തരം 5/7 അല്ലേ? 5/7 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, ദാ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. -1/150 ഇൻറ്റു √625 ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ ഉണ്ട് 15, 25, -15, -25. 2022 ഓഗസ്റ്റ് 6 നടന്ന +2 പ്രിലിംസിന്റെ ചോദ്യമാണ്. 2022 ഓഗസ്റ്റ് 6 +2 പ്രിലിംസ്, അതായത് ഒരു CPO ലെവലിലെ ചോദ്യമാണ്. -1 ദ ഹോൾ റൈസ് ടു 150 ഇൻറ്റു
√625. നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, -1ന്റെ പവറായിട്ട് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വാല്യൂ -1 തന്നെ. -1ന്റെ പവറായിട്ട് ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വില -1. -1 ഒറ്റ സംഖ്യ -1 തന്നെ. -1 ഒറ്റ സംഖ്യ -1 തന്നെ. എന്നാൽ -1ന്റെ പവറായിട്ട് ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വില 1 എന്ന. -1 ഓഡ് നമ്പർ -1, -1 ഈവൻ നമ്പർ 1. അങ്ങനെയെങ്കിൽ -1/150 എന്ന് പറഞ്ഞാൽ മക്കളെ 1 എന്ന് വരും. -1/150 എന്നത് 1 എന്ന് വരും. ഇൻറ്റു √625 എന്നത് നമുക്കറിയാം. അതായത് 625ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അത് 25 ആണോ? അപ്പോൾ 1 × 25 എന്നത് ശരി ഉത്തരം 25 എന്ന് ലഭിക്കും. നമ്മുടെ റൈറ്റ് ആൻസർ 25. ഓപ്ഷൻ ബി 25 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. വളരെ സില്ലി ആയിട്ടുള്ളൊരു ചോദ്യമോ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. അപ്പം മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ചോദ്യം ഇങ്ങനെ: -1/121 ഇൻറ്റു √576 ഈക്വൽ ടു ഡാഷ്. -1/121 നമ്മൾ ഇപ്പോൾ കൂടെ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതാ. -1/121 -1ന്റെ പവറായിട്ട് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ വന്നാൽ അതിൻ്റെ വില -1 എന്നും, -1ന്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ അതിൻ്റെ വില 1 എന്നുമാണ്. അപ്പോൾ ഇവിടെ -1/121 ഓഡ് സംഖ്യ. -1/121 എന്ന് പറഞ്ഞാൽ മക്കളെ -1. ഓക്കെ ആണോ? ഇൻറ്റു √576. നമുക്കറിയാം 576 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? അല്ലെങ്കിൽ 576ന്റെ സ്ക്വയർ റൂട്ട് ആരാ? 625 25ന്റെ സ്ക്വയറാ 625 അല്ലേ? അപ്പോൾ 625നേക്കാൾ താഴെയാണ് 576. 625നേക്കാൾ താഴെയാണ് 576. 24ൻ്റെയാണ്. അപ്പോൾ മനസ്സിലായി, 24ന്റെ സ്ക്വയർ ആണ് 576. അല്ലെങ്കിൽ 576ന്റെ സ്ക്വയർ റൂട്ടാണ് 24. -1 × 24 എന്ന് വരും. നമുക്കറിയാം -1 × 24 എന്ന് പറഞ്ഞാൽ -24. നമ്മുടെ ശരി ഉത്തരം -24. ഓപ്ഷൻ സി -24 ആണ് ശരി ഉത്തരം. 2022 ഓഗസ്റ്റ് 27 നടന്ന ഒരു +2 ലെവൽ പരീക്ഷയുടെ തന്നെ ചോദ്യമാണ്. പ്രിലിംസ് പരീക്ഷയുടെ തന്നെ ചോദ്യമാണിത്. ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെയും നല്ല ചോദ്യങ്ങളാണ്. കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കിനകത്തിലെ PSയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്ത വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ തുടർന്നുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണുക. ഓരോരോ ടോപ്പിക്കുകളുടെയും PSയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഒരു സീരീസ് നിങ്ങൾ തുടർന്ന് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.